ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജാമ്യം അനുവദിച്ച ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ സമീപിച്ചു. ഹേമന്ത് സോറനെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവില്ല എന്ന ഹൈക്കോടതി പരാമർശം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്നാണ് ഇഡിയുടെ നിലപാട്. അച്യുതൻ ചേരുന്നുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ജാമ്യം അതിന് തൊട്ടുപിന്നാലെ അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നു. ഇഡി ഇപ്പോൾ അവരുടെ നിലപാട് വ്യക്തമാക്കുന്നത് എങ്ങനെയാണ് അച്യുതൻ? ഉന്മേഷ്, ഈ ഖനന അഴിമതി കേസിൽ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറന് അതിൽ ആശ്വാസം ലഭിക്കുന്നത് ഈ ഹൈക്കോടതി ജാമ്യം അനുവദിക്കുന്നതിനെ തുടർന്നാണ്. അതിനുശേഷമാണ് അദ്ദേഹം വീണ്ടും രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നതും വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തിരിച്ചു വരുന്നതും. ഇന്നായിരുന്നു അദ്ദേഹം വിശ്വാസ വോട്ടെടുപ്പിലും വിജയം നേടിയത്. പിന്നാലെയാണ് ഇപ്പോൾ ഇഡി കൂടുതൽ പിടിമുറുക്കുന്നത്. ഈ ഹൈക്കോടതി ഉത്തരവ്, ജാമ്യം നൽകിയ ഹൈക്കോടതി ഉത്തരവിൽ ചോദ്യം ചെയ്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഹൈക്കോടതി ഉത്തരവ് അത് നിയമവിരുദ്ധമാണ് എന്നുള്ള കാര്യമാണ് ഈ ഹർജിയിലൂടെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഒപ്പം തന്നെ സോറിനെതിരെ പ്രഥമ ദൃഷ്ടിയാൽ തെളിവുകളൊന്നുമില്ല എന്ന ഹൈക്കോടതിയുടെ പരാമർശം അത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും ഇഡി സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇഡിയുടെ ഭാഗത്തുനിന്ന് ഒരു നീക്കം, അത് നടപടി ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും ഹേമന്ത് സോറിനെ സംബന്ധിച്ച ആ ഒരു നീക്കം അത് നിർണായകമാണ്. അച്യുതൻ, ഡൽഹിയിൽ നിന്ന്.